നിലമ്പൂരിലെ വിജയത്തിന് ശേഷം UDF വലിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരെ അണിയറ നീക്കങ്ങളെല്ലാം കഴിഞ്ഞ് അരങ്ങത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും അപ്രഖ്യാപിതമായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. യുവ നേതാക്കൾ ഏതാണ്ട് 50-ലധികം പേര് വരും. അവരെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം പലതും തിരിച്ചു പിടിക്കുക എന്നാണ് കോൺഗ്രസ് കാണുന്നത്. അങ്ങനെ വളരെ കരുതലോടുകൂടി തന്നെയാണ് UDFിൻ്റെ നീക്കം. ഇതിനകത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒത്തൊരുമ വളരെ പ്രധാനമാണ്. ആ ഒത്തൊരുമ നമ്മൾ നിലമ്പൂരിൽ കണ്ടു. നിലമ്പൂരിലെ വിജയത്തിൻ്റെ പിന്നിൽ ക്രെഡിറ്റ് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയുന്നത് ലീഗിനാണ്. ഇത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ലീഗിനാണ് ഇത് ആവശ്യമായി തീർന്നിരിക്കുന്നത്. ഈ മണ്ഡലം പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് 2026 കേരളം പിടിച്ചടക്കുക എന്നാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പോഴുള്ള 99 സീറ്റ് 98-ലെത്തിച്ചു. ഇനി അതിനെ വൻ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് UDFിൻ്റെ അധ്വാനം. അതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ മലബാർ മേഖലയിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ രാഷ്ട്രീയ വിശകലനത്തിലേക്ക് പോകുമ്പോൾ 3ആയിട്ട് നമുക്ക് തിരിക്കാം. വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം. ഇതിൽ മലബാർ മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 48 MLA-മാരാണ് മലബാർ മേഖലയിലുള്ളത്. അതിൽ 27 LDF, 21 UDF എന്ന കണക്കാണുള്ളത്. ഈ മലബാർ മേഖലയിൽ ഇക്കുറി CPM-ന് LDF-ന് വൻ തകർച്ചയുണ്ടാകും എന്നാണ് പലയിടങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് മലബാർ മേഖല എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ഇങ്ങനെയാണ് വരുന്നത്. അതിൽ കാസർഗോഡ് 5 നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് 13, വയനാട് 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് 16. അപ്പോൾ 27, 21 എന്ന ക്രമത്തിലാണ് പോകുന്നത്. ഇതിൽ മലബാർ ഇടങ്ങളിൽ UDFിന് 12 MLA-മാരാണ് നിലവിലുള്ളത്. LDFിന് 4 ആണുള്ളത്. ഈ വയനാട് 2 MLA-മാർ UDFിനെങ്കിൽ LDFിന് 1. കോഴിക്കോട് LDFിന് 11-ഉം 2 UDFിനുമാണ് വരുന്നത്. കോഴിക്കോട് വരുന്നത് UDFിന് 8, കോഴിക്കോട് UDFിന് 8 സീറ്റുകളുമാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഒരു വലിയ മാറ്റം ഇക്കുറി ഉണ്ടാകും എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ മലബാർ മേഖലയിൽ ഒരു 35 സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. LDFിന് ഒരു 13 ഇടങ്ങളിൽ, കാരണം LDFിന് ചില കോട്ടകളുണ്ട്. ആ കോട്ട അത്ര പെട്ടെന്ന് അങ്ങ് തകർത്ത് കളയാൻ പറ്റാത്ത കാര്യമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 35, 13 എന്നുള്ള രീതിയിൽ, ഇപ്പോഴുള്ള 27, 21 എന്നുള്ള രീതിയിൽ, അങ്ങനെ ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ഇടങ്ങളിൽ, കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ CPM-ൻ്റെ വലിയ കോട്ടയാണുള്ളത്. ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താം എന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ UDFിനുള്ളത്. കാരണം ലീഗും കോൺഗ്രസുമായിട്ട്, അതുപോലെ മറ്റ് ഘടകകക്ഷികളുമായിട്ട്, മറ്റ് ഘടകകക്ഷികൾക്ക് വലിയ ഒരു ജനമുന്നേറ്റം അവിടെ ഇല്ലെങ്കിലും കോൺഗ്രസും ലീഗും കൂടി അവിടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കും എന്നാണ് തെളിയുന്നത്. ആ ഒത്തൊരുമയോടുകൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന തരത്തിൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 100-ലധികം മണ്ഡലങ്ങൾ UDFിന് നേടാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ
യുവ നേതാക്കളെ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. CPM-നകത്ത് യുവ നേതാക്കന്മാരുണ്ട്. പക്ഷേ ആ യുവ നേതാക്കന്മാരൊക്കെ തന്നെ പലപ്പോഴും എതിരാളികളുടെ മുമ്പിൽ ചാവേറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അവർക്ക് അത്തരത്തിലുള്ള ചാവേറുകളെ CPM ഇറക്കുമ്പോൾ എതിർ പാർട്ടിക്കാർക്ക് വളരെ പ്രയാസം കൂടാതെ ജയിച്ചു പോകാനും കഴിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ വിജയം, നിലമ്പൂരിൽ ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് കണ്ടത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും പിണറായി വിരുദ്ധ തരംഗമാണ് അവിടെ കണ്ടിരിക്കുന്നത്. അത് തുടർന്ന് കേരളത്തിലെ മറ്റ് 139 മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM തന്നെ സമ്മതിക്കുന്നുണ്ട് വലിയ വോട്ട് ചോർച്ച അവിടെ ഉണ്ടായി, ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല, അതൊരിക്കലും പറയുകയുമില്ല. വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. പല മണ്ഡലങ്ങളിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ BJP കടന്നു കയറിയിട്ടുണ്ട്, പലയിടത്തും വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ വോട്ട് ചോർച്ച ഇവിടെ മലബാർ മേഖലയിലേക്ക് BJPക്ക് അധികം എത്തി നോക്കാൻ കഴിയില്ല എന്നാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയുള്ളൊരു കണക്കുകൂട്ടൽ അത് അപകടമാണ്. BJP പലയിടങ്ങളിലേക്ക് അവർക്ക് കയറാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അത് കോൺഗ്രസ്സിന് ദോഷകരമാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗങ്ങളിലും കോഴിക്കോടായാൽ പോലും BJPക്ക് ചിലയിടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അത് CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ട് ചോർച്ചയും ഉണ്ടാകാം. കാരണം ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് ഈ ഈഴവ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് ചോർച്ച. അത് CPM-ന് കിട്ടേണ്ട വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് കൃത്യമായി പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ BJPയുടെ ഒരു വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന രീതികളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിനൊരു വലിയ വെല്ലുവിളി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ NDA മുന്നണി അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണി കേരളത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു. ഇപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം കിട്ടും എന്നുള്ള ഒരു അമിത പ്രതീക്ഷ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അത് BJPയുടെ കേരളത്തിലെ വളർച്ചയും കൂടി നോക്കണം. ആ വളർച്ച UDFിന് ദോഷകരമായി ബാധിക്കുമോ എന്നുള്ള കണക്ക് കൂടി അവർക്ക് കൃത്യമായി അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഈ മലബാർ മേഖലയിൽ എന്തായാലും ഇവർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നിലമ്പൂരിലെ ഫലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.